ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന 3 എക്സ്പ്രഷൻസ് നോക്കിയാലോ. ഇതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ടേക്ക് യുവർ ടൈം. അതായത് നിങ്ങളോടിപ്പോൾ ഒരാൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് 1 മിനിറ്റ് ഞാൻ ഇപ്പം തന്നെ അത് എടുത്തു തരാം, എന്തെങ്കിലും ചെയ്തു തരാം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാം, കുഴപ്പമില്ല, എനിക്ക് സമയമുണ്ട്, ടേക്ക് യുവർ ടൈം, നിങ്ങൾ ആവശ്യത്തിന് സമയം എടുത്തു, എനിക്ക് ധൃതിയില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള സമയം എടുത്തു എന്നൊരു പെർമിഷൻ കൊടുക്കുന്നതാണ് ടേക്ക് യുവർ ടൈം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ടേക്ക് യുവർ ടൈം, ഐ എം നോട്ട് ഇൻ എ ഹറി. എനിക്ക് ധൃതിയില്ല, നിങ്ങൾ ആവശ്യത്തിന് സമയം എടുത്തു. ഇപ്പം എന്തെങ്കിലും അത്യാവശ്യം തപ്പുകയാണെങ്കിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ ടേക്ക് യുവർ ടൈം എന്ന് പറയാം. ടേക്ക് യുവർ ടൈം വൈൽ ആൻസറിങ്. നിങ്ങൾ അത് ആ ക്വസ്റ്റ്യൻ ഇപ്പം എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം എടുത്തോളൂ. ടേക്ക് യുവർ ടൈം ടു ലേൺ ഇംഗ്ലീഷ്. അപ്പോൾ ഒരാൾ ഇംഗ്ലീഷ് ലേൺ ചെയ്യുകയാണ്, അപ്പോൾ നമ്മൾ അവരോട് പറയുകയാണ് നിങ്ങൾ ആവശ്യത്തിന് സമയമെടുത്ത് ഇംഗ്ലീഷ് പഠിക്കുക എന്നാണ്. അപ്പോൾ ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, അവർക്കൊരിത്തിരി സമയം കൊടുക്കുകയാണ്. നിങ്ങൾക്കത് ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അത് ചെയ്യാനായിട്ട് ഒരിത്തിരി സമയം കൊടുക്കുന്നതാണ് ടേക്ക് യുവർ ടൈം എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അവരോട് പറയാം, ടേക്ക് യുവർ ടൈം, നിനക്ക് ആവശ്യമുള്ള സമയം എടുത്തോ, അത് പക്ഷേ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അടുത്ത ഹിയർ യു ഗോ. ഹിയർ യു ഗോ എന്ന് പറഞ്ഞാൽ അത് എടുത്തോളൂ, അല്ലെങ്കിൽ ഹിയർ യു, നമുക്ക് എക്സാമ്പിളിലൂടെ പഠിക്കാം. ഹിയർ യു ഗോ, യുവർ കോഫി ഈസ് റെഡി. നിൻ്റെ കോഫി റെഡിയായി, ഇനി അത് എടുത്തോളൂ, അല്ലെങ്കിൽ അത് എടുത്ത് കുടിച്ചോളൂ എന്നുള്ളൊരർത്ഥത്തിലാണ് ഹിയർ യു ഗോ. അടുത്ത ഹിയർ യു ഗോ, ദിസ് ഈസ് യുവർ ബുക്ക്. ഇത് നിങ്ങളുടെ ബുക്കാണ്, ഇത് എടുത്തോളൂ. യു ആസ്ക് ഫോർ എ പെൻ, ഹിയർ യു ഗോ. നിങ്ങളൊരു പേനയ്ക്കായിട്ട് ചോദിച്ചിട്ടില്ലായിരുന്നോ, ഇതാ എടുത്തോളൂ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ടേക്ക് ഇറ്റ്, ഇത് എടുത്തോളൂ എന്നുള്ളതിന് ടേക്ക് ഇറ്റ് അല്ലെങ്കിൽ ഗീവ് ഇറ്റ് എന്നൊക്കെ, അങ്ങനെയൊക്കെ ഒരു വെർബൊക്കെ വെച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനുമൊക്കെ സിമ്പിളാണ്. നിങ്ങൾ ഹിയർ യു ഗോ, അത് ഇത് എടുത്തോളൂ. നിങ്ങളൊരു പേന ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങളുടെ ടേബിളിൽ ഒരു പേന കിടപ്പുണ്ടെങ്കിൽ ഇത് എടുത്തോളൂ എന്നുള്ളതിന് ഹിയർ യു ഗോ, ഈ പേന എടുത്തോളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഏതെങ്കിലും സാധനം കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അയാളോട് അത് എടുത്തോളാൻ പറയുന്നതിന് വേണ്ടിയാണ് ഹിയർ യു ഗോ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഐ ആം ഓൾ ഇയേഴ്സ്. ഇതൊരു ഇഡിയമാണ്. അതായത് നീ പറയുന്നത് അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഐ ആം ഓൾ ഇയേഴ്സ് എന്ന് പറയും. അതായത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ടെൽ മീ യുവർ ഐഡിയ, ഐ ആം ഓൾ ഇയേഴ്സ്. നിൻ്റെ ഐഡിയ എന്താണ്, നീ പറ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഗോ അഹെഡ്, ഐ ആം ഓൾ ഇയേഴ്സ്. നീ മുന്നോട്ട് പോയിക്കോ, ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ അതിൽ ആ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ് ഐ ആം ഓൾ ഇയേഴ്സ്. നമ്മൾ പറയല്ലേ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള രീതിയിൽ, അതുപോലെ നമുക്ക് നിങ്ങൾ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അല്ലെങ്കിൽ പറയുന്നതിന് വേണ്ടിയാണ് ഐ ആം ഓൾ ഇയേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു ഷോർട്ട് പാരാഗ്രാഫാണ്. അപ്പോൾ ഈ പാരാഗ്രാഫിൽ നമ്മുടെ എക്സ്പ്രഷൻസും ഇഡിയം എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ടുഡേ ഐ ആസ്ക് മൈ ടീച്ചർ ഫോർ ഹെൽപ്പ് വിത്ത് ഇംഗ്ലീഷ്. ഷീ സ്മൈൽഡ് ആൻഡ് സെഡ്, ടേക്ക് യുവർ ടൈം. ദെൻ ഷീ ഗേവ് മീ എ നോട്ട്ബുക്ക് ആൻഡ് സെഡ്, ഹിയർ യു ഗോ. ഐ വാണ്ടഡ് ടു ഷെയർ മൈ ഡൗട്ട്സ് ആൻഡ് ഷീ റിപ്ലൈഡ്, ഐ ആം ഓൾ ഇയേഴ്സ്. ഐ ഫെൽറ്റ് ഹാപ്പി ആൻഡ് കോൺഫിഡൻറ്റ് ടു കീപ് ലേണിംഗ്. ഇവിടെ ഈ 3 എക്സ്പ്രഷൻസ് ഇവിടെ വളരെ കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഏതൊരു പ്രവൃത്തി ചെയ്യാൻ എത്രത്തോളം സമയം വേണോ അത്രയും അത് എടുത്തോളൂ എന്നാണ് അതിൻ്റെ അർത്ഥം, ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട്. ഹിയർ യു ഗോ എന്ന് വെച്ചാൽ ഒരാൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നാ നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഇവിടെയാണെങ്കിലും ടീച്ചർ ഒരു ബുക്ക് തന്നു, ആ ബുക്ക് കാണിച്ചിട്ട് ടീച്ചർ പറഞ്ഞു ഇത് എടുത്തോളൂ, അതിനാണ് ഹിയർ യു ഗോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടീച്ചറിനോട് ഒരു സംശയം ചോദിക്കേണ്ട വന്നപ്പോൾ ടീച്ചർ പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഐ ആം ഓൾ ഇയേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് പാരഗ്രാഫുകളും എഴുതി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ എപ്പോഴും ഒരു ഓഫീസിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ കുട്ടികളോടൊക്കെ നമ്മൾ എന്തെങ്കിലും ഇത് എടുത്തോളൂ എന്ന് പറയാൻ വേണ്ടി ഹിയർ യു ഗോ എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഗൈസ്.